അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ വർണ്ണശലഭങ്ങളായ കൂട്ടുകാരെ, ഫറാസ്റ്റോ എന്ന അതിപ്രൗഢമായ ഈ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഥയുടെ പേരെന്താണെന്നറിയാമോ? കഥയുടെ പേരാണ് ഇബ്ലീസിന്റെ പതനം. കഥ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. അള്ളാഹു മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് മറ്റൊരു വർഗത്തെ ഭൂമിയിൽ സൃഷ്ടിച്ചിരുന്നു. അതായിരുന്നു ജിന്നുകൾ. ജിന്നുകളോട് നന്മ പ്രവർത്തിക്കാനും ഭൂമിയിൽ നന്മ പരിശോഭിപ്പിക്കാനും അള്ളാഹു താല കൽപ്പിച്ചു. എന്നാൽ അവർ അതിന് ഘടകവിരുദ്ധമായിരുന്നു പ്രവർത്തിച്ചത്. അവർ പരസ്പരം കലഹവും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കി ഭൂമിയാകെ രക്തക്കളമാക്കി മാറ്റി. ഈ നിലയിൽ അനേകം വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കണമെന്ന് അള്ളാഹു താല തീരുമാനിച്ചു. അതിനാൽ ഭൂമിയിലുള്ള ജിന്നുകളെ നശിപ്പിക്കാൻ അള്ളാഹു താല ആഗ്രഹിച്ചു. അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിപ്പായ മലക്കുകളോട് ആജ്ഞാപിച്ചു, ഭൂമിയിൽ രക്തം ചിന്തുന്ന ആ വർഗത്തെ നിങ്ങൾ ആകമാനം നശിപ്പിക്കുക. ഭൂമിയിൽ മേൽ രക്തം ചിന്താൻ ഇടയാവാതിരിക്കാനത്. എന്നാൽ ഒരു പിഞ്ചു കുഞ്ഞിനെ മാത്രം നിങ്ങൾ നാശത്തിൽ നിന്ന് ഒഴിവാക്കണം. അസാസീൽ എന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ ഒഴികെ ആ വർഗത്തിൽപ്പെട്ട എല്ലാവരെയും മലക്കുകൾ സംഹരിച്ചു. അസാസീലിനോട് അള്ളാഹു തആല കാരുണ്യം കാണിച്ചു. അവനെ വളർത്തി മലക്കുകളുടെ തലവനാക്കി മാറ്റി. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അസാസീൽ മലക്കുകളുടെ കൂടെ ജീവിച്ചു. യുഗങ്ങൾ കടന്നുപോയി. അള്ളാഹു തആല മറ്റൊരു വർഗത്തെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. ഈ വിവരം അള്ളാഹു താല മലക്കുകളോട് പറഞ്ഞു. അള്ളാഹു താലയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് മലക്കുകൾ ചോദിച്ചു, ഭൂമിയിൽ അക്രമങ്ങളും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കുന്നവരെയാണോ നീ സൃഷ്ടിക്കുന്നത്? അള്ളാഹു താല മലക്കുകളുടെ അവകാശവാദം അംഗീകരിച്ചില്ല. അള്ളാഹു പ്രഖ്യാപിച്ചു, തീർച്ചയായും നിങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങൾ എനിക്കറിയാം. അങ്ങനെ അള്ളാഹു താല ഒരു ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചു. അതായിരുന്നു ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് പദാർത്ഥ വിജ്ഞാനവും ആത്മസംസ്കരണത്തിലുള്ള മാതൃകയും പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകളുടെ എതിരഭിപ്രായത്തെ ഖണ്ഡിക്കാനായിരുന്നു ഇത്. മലക്കുകൾക്ക് ഇച്ഛാസ്വാതന്ത്രമോ ജിജ്ഞാസയോ അന്വേഷണാസക്തിയോ ഇല്ല. അവർ അള്ളാഹു താലയുടെ കൽപ്പനകൾ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു ദിവസം അള്ളാഹു താല നിരവധി വസ്തുക്കൾ നിരത്തി വെച്ച് അസാസിലിനെയും മലക്കുകളെയും ആദമിനെയും വിളിച്ചു വരുത്തി. ആദമിനു മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ പേരുകൾ പറയാൻ അള്ളാഹു താല അസാസിലിനോട് കൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, മലക്കുകൾക്കുള്ള അറിവുകൾ മുഴുവൻ ഉണ്ടായിരുന്ന അസാസിലിന് പേരുകൾ അറിയില്ലായിരുന്നു. അള്ളാഹു തആല തുടർന്ന് ആദമിനോട് മലക്കുകൾക്ക് പേരുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ആജ്ഞാപിച്ചു. ആദം നബി അലൈഹിസ്സലാം വസ്തുക്കളുടെ എല്ലാത്തിൻ്റെയും പേരുകൾ പറഞ്ഞു. മലക്കുകൾ അതിശയപ്പെട്ടു. സൃഷ്ടിയുടെ സൃഷ്ടാവിനെ അവർ സാഷ്ടാംഗം ചെയ്തു. തങ്ങൾ മുമ്പ് പറഞ്ഞ എതിരഭിപ്രായത്തിന് അള്ളാഹു തആലയോട് അവർ മാപ്പ് ചോദിച്ചു. ഈ നിലയിൽ ഈ പശ്ചാത്താപത്തിൽ അള്ളാഹു തആല അവരോട് ആദമിനെ അഭിമുഖീകരിച്ച് സാഷ്ടാംഗം ചെയ്യാൻ കൽപ്പിച്ചു. ആജ്ഞ ലഭിച്ചതോടെ മലക്കുകൾ ആദം നബിക്ക് സാഷ്ടാംഗം ചെയ്തു. എന്നാൽ അസാസിൽ മാത്രം സാഷ്ടാംഗം ചെയ്തില്ല. ധിക്കാരിയായ അസാസിലിനോട് അള്ളാഹു തആല കാരണം അന്വേഷിച്ചു. അസാസിൽ പറഞ്ഞു, എന്നെയും മലക്കുകളെയും നീ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, ആദമിനെ മണ്ണ് കൊണ്ടും. തീ മണ്ണിനേക്കാൾ ഉയർന്നതിനാൽ ഞാൻ അവനേക്കാൾ മെച്ചമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദമിനെ സാഷ്ടാംഗം ചെയ്യാത്തത്. കോപിഷ്ഠനായ അള്ളാഹു തആല അസാസിലിനോട് പറഞ്ഞു, ഹേ ധിക്കാരി, ഇനി നിന്നുടെ പേർ ഇബ്ലീസ് എന്നായിരിക്കും. ഇതോടെ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരുന്ന എല്ലാ പദവികളും ഇബ്ലീസിന് നഷ്ടമായി. അവൻ ധിക്കാരത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും പ്രതീകമായിരുന്നു. അള്ളാഹു താല തൻ്റെ വൃന്ദത്തിൽ നിന്ന് തൽക്ഷണം ഇബ്ലീസിനെ വന്ദിച്ചു. ഞാൻ ഇക്കാലം അത്രയും ചെയ്ത എല്ലാ നന്മകൾക്കും നീ എനിക്ക് പ്രതിഫലം നൽകണം. എനിക്ക് അന്ത്യദിനത്തോളം ആയുസ് വേണം. അള്ളാഹു താല അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അങ്ങനെ ഇബ്ലീസ് മനുഷ്യർക്കെതിരെ തിരിഞ്ഞു. മലക്കുകൾക്ക് ഇച്ഛാസ്വാതന്ത്രമോ അന്വേഷണാസക്തിയോ ജിജ്ഞാസയോ ഇല്ല.
എന്നാൽ മനുഷ്യർ കലഹപ്രിയരാണെങ്കിലും മലക്കുകൾക്കില്ലാത്ത പല കഴിവുകളും അവർക്കുണ്ട്. ഇതിൽ കോപിഷ്ഠനായ ഇബ്ലീസ് മനുഷ്യർക്കെതിരെ തിരിഞ്ഞത് അതുകൊണ്ടാണ്. എത്ര വലിയ ഉന്നതനായാലും ദൈവഹിതം അനുസരിക്കാത്തവന് അല്ലാഹു തആലയുടെ മനസ്സിൽ സ്ഥാനമുണ്ടാവുകയില്ല എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.